ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കർണാടക സ്പെഷ്യൽ ബിസ്ബിലി ബാത്ത് ആണ് ഉണ്ടാക്കുന്നത്. അതൊരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. നമ്മുടെ ബിരിയാണി പോലൊന്നും അല്ല, പക്ഷെ കുറച്ച് ലൂസായിട്ട് നമുക്ക് സ്പൂൺ വെച്ച് കോരി കഴിക്കാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയിലുള്ള ഒരു റെസിപ്പിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബസ്മതി റൈസ് ഒന്നുമല്ല, ഇത് മസൂർ റൈസ് ആണ് കേട്ടോ. സോന മസൂരി റൈസ് ആണ്. ഈ റൈസാണ് നമ്മുടെ ബിസ്ബിലി ബാത്ത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത്. ഇപ്പൊ ഈ അരിക്ക് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരിക്കലും നമ്മുടെ ബിരിയാണി അരി ഉണ്ടല്ലോ, ബസ്മതി റൈസ്, അതൊന്നും എടുക്കരുത് കേട്ടോ. അതിന് പകരം നമുക്ക് നമ്മുടെ പൊന്നി അരി ഇല്ലേ, പൊന്നി അരി വേണമെങ്കിൽ നമുക്ക് ഈ മസൂരി റൈസിന് പകരം യൂസ് ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന് വേണ്ടത് ഇതാണ് നമ്മുടെ ബിസ്ബിലി ബാത്ത് മസാല. കണ്ടോ, ബിസ്ബിലി ബാത്തിന്റെ മസാല. പിന്നെ ബിസ്ബിലി ബാത്ത് മസാല ഇല്ലെങ്കിൽ മാത്രം നമുക്ക് സാമ്പാർ പൊടി യൂസ് ചെയ്യാം കേട്ടോ, അതിന് പകരമായിട്ട്. എങ്കിലും ഏറ്റവും നല്ലത് നമ്മുടെ ഈ ബിസ്ബിലി ബാത്ത് മസാലയാണ്. ഇനി നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇനി നമ്മൾ 1 കിലോ മസൂരി റൈസിനുള്ള ബിസ്ബിലി ബാത്ത് ആണ് തയ്യാറാക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ അരി നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 10 ലിറ്ററിന്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അരി നന്നായിട്ട് കഴുകി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് തൂരപ്പരിപ്പാണ്. സാധാരണ നമ്മൾ സാമ്പാറിന് ചേർക്കുന്ന തൂരപ്പരിപ്പ്. അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് 250 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് വേണ്ട പച്ചക്കറികളാണിത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. നമുക്ക് അതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ്. ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, അത് ഞാൻ 2 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സവോള. പിന്നെ ഇത് നമ്മുടെ ഗ്രീൻ പീസ് ആണ്. ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. പിന്നെ കപ്പലണ്ടി. ഇപ്പൊ ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ബീൻസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാനിപ്പോ തൽക്കാലം ഇത്രയും ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടി നമുക്ക് ഈ റൈസിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ചേർക്കാം, ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം, ഉരുളക്കിഴങ്ങ്, പിന്നെ സവോള. ഇനി ഈ കപ്പലണ്ടി കൂടി നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിന്റെ മേലെ നിലന്ന് നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. സ്റ്റൗ ഞാൻ ഓണാക്കിയിട്ടുണ്ട്. നമുക്കിനി ഒരു മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ റൈസും ദാലും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു 3 വിസിലാണ് കുക്കറിൽ വേവിച്ചെടുത്തത്. കുക്കർ തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമുക്ക് ഈ കുക്കറൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, നമ്മുടെ റൈസും വെജിറ്റബിൾസും ദാലും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം നമ്മുടെ ബിസ്ബിലി ബാത്ത് മസാല ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ഇനി അതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ. പുളി നന്നായിട്ട് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തത്, ആ വെള്ളം ഞാൻ ചേർക്കുവാണ്. പുളി വെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പുളിവെള്ളത്തിൽ നന്നായിട്ട് ഇതുപോലെ നമ്മുടെ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച റൈസും ഈ മസാലയൊക്കെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രം വയ്ക്കുക. ഞാനിപ്പം അതേ സെയിം കുക്കർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്ത് വെക്കാനുള്ളതാണ്, അതിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വേവിച്ചെടുത്ത ചോറാണിത്. 3 വിസിലിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയാവും. ഇനി ഒരുപാട് വേവിച്ചാൽ അത് ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകും. അത്രയ്ക്ക് വേവേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്.
അതിന്റെ കൂടെ തന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബിസ്മിലി ബാത്ത് മസാല ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിന്റെ ആ ഒരു പച്ച ചുവയൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയെടുത്താൽ മതിയാവും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഒരല്പം എണ്ണ കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും ലോ ഫ്ലെയിമിൽ. മസാല നന്നായിട്ട് വഴണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആ മസാല മിക്സ് ചെയ്ത് അതേ പാത്രത്തിലാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചേർത്തത്. കാരണം ഇതിന് നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസിയാണ്. നമുക്ക് ചോറ് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിന്റെ മേലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നമുക്ക് നെയ്യ് ഒഴിക്കാം. ഞാൻ 2 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിന്റെ മേളിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ചേർക്കാം. കാരണം നമുക്കിതൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ നമ്മുടെ ബിസ്മിലി ബാത്ത് തയ്യാറാക്കുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ലേശം കുറവാണ്. ഞാൻ ഒരു അല്പം ഉപ്പുകൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. ആ മണമൊക്കെ അതിലേക്ക് ഒന്ന് ഇറങ്ങാനായിട്ട് 5 മിനിറ്റ്. നമ്മുടെ ബിസ്മിലി ബാത്ത് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇങ്ങനൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. മുകളിലേക്ക് ഒരു അല്പം നെയ്യ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്പം മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇതുപോലെ നെയ്യൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ സ്പൂൺ വെച്ച് കഴിക്കുന്ന കൺസിസ്റ്റൻസിയിലാണ് ബിസ്മിലി ബാത്ത് കഴിക്കേണ്ടത്. നമുക്ക് അതിന് സൈഡ് ഡിഷ് ആയിട്ട് കുറച്ച് കട്ട തൈര് എടുക്കാം. അല്ലെങ്കിൽ ബൂന്തി, നല്ല ബൂന്തി ഇതിന് അടിപൊളി കോമ്പിനേഷൻ ആണ്. ഇതൊന്ന് കഴിച്ചു നോക്കൂ. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.